ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഞാനിന്ന് വീണ്ടും ഒരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിസ്ത ഷെൽസ് കൊണ്ട് എങ്ങനെ ഡെയ്സി ഫ്ലവർ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യമായിട്ട് പിസ്ത ഷെൽസ് ഞാൻ വൈറ്റ് അക്രിലിക് കളർ വെച്ചിട്ട് ഫുള്ളായി പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി വേണ്ടത് ഒരു തിക്ക് വൈറ്റ് കളർ ചാർട്ടാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പെർഫെക്റ്റ് റൗണ്ടൊന്നും വേണമെന്നില്ല, ഒരു ഓവൽ ഷേപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു റൗണ്ട് സ്ട്രക്ചർ ആയാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതുപോലൊരു കമ്പി നമ്മുടെ ആവശ്യത്തിനുള്ള നീളം അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ അറ്റം ഞാനൊന്ന് പ്ലെയർ ഉപയോഗിച്ച് വളച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളച്ചതായി ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ റൗണ്ട് ഷേപ്പിലുള്ള ചാർട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഈ കമ്പിയിട്ട് സെറ്റാക്കി വെക്കാം. ഇനി നമുക്ക് ഡബിൾ സൈഡ് ടാപ്പ് വേണം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചാർട്ട് പേപ്പറിൻ്റെ മുകളിലേക്ക് ഈ ഒരു ഡബിൾ സൈഡ് ടാപ്പ് നമുക്ക് ഒട്ടിക്കാം. അത് ഞാനത് ഒട്ടിച്ച ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എക്സസ് ആയിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എക്സസ് ആയിട്ടുള്ള കോർണേഴ്സൊക്കെ കട്ട് ചെയ്തെടുത്തു. ഏകദേശം റൗണ്ട് ഷേപ്പായി. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ സ്റ്റിക്കർ റിമൂവ് ചെയ്യാണ്. വീണ്ടും ഞാനൊരു ചെറിയ പീസ് ഡബിൾ ടാപ്പ് കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെയും കോർണേഴ്സ് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. പെർഫെക്റ്റ് റൗണ്ടൊന്നും അല്ല, ജസ്റ്റ് ഒരു സർക്കിൾ ഷേപ്പ് ആക്കുന്നതേ ഉള്ളൂ. ഇനി ഈ ഒരു ചെറിയ പീസ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ഡബിൾ ടാപ്പിൻ്റെ മുകളിൽ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്ത് അതിൻ്റെയും സ്റ്റിക്കർ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് യെല്ലോ കളറിലുള്ള വൂളൻ ത്രെഡാണ്. ഈ യെല്ലോ വൂളൻ ത്രെഡിനെ നമ്മൾ ലാസ്റ്റ് ഒട്ടിച്ച ചെറിയ സൈസിലുള്ള ആ ഒരു ഡബിൾ ടാപ്പ് കവർ ചെയ്യുന്നവരേക്കും ഒന്ന് റൗണ്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്ത് ആ ഒരു ചെറിയ ഡബിൾ ടാപ്പിൻ്റെ പീസ് മൊത്തമായിട്ട് ഞാൻ കവർ ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് അത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ബാക്കി വരുന്ന ഡബിൾ ടാപ്പ് പോർഷനിലേക്ക് നമുക്ക് നേരത്തെ കളർ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പിസ്ത ഷെൽസ് ഓരോന്നായി റൗണ്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ ഞാനിവിടെ 3 ഫ്ലവേഴ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഡെയ്സി ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട ലീവ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാസ്കിംഗ് ടാപ്പും അതുപോലെ തന്നെ കമ്പിയുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാസ്കിംഗ് ടാപ്പ് കമ്പിയിൽ ഇതുപോലെ കവർ ചെയ്ത് കൊടുത്തിട്ട് ലീഫിൻ്റെ സ്ട്രക്ചർ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു സ്ട്രക്ചറിനനുസരിച്ച് ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിത് കളർ ചെയ്യാം. അപ്പോൾ ഗ്രീൻ കളർ അക്രിലിക് വെച്ചിട്ട് ഞാൻ ഈ ഒരു ലീഫ് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ്റെ കൂടെ തന്നെ യെല്ലോ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഡെയ്സി ഫ്ലവറിൻ്റെ തണ്ടിന് ഇച്ചിരി വണ്ണം കുറവാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിന് ഇത്തിരി വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നമുക്ക് ആ ഒരു കമ്പിയിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. ഫസ്റ്റായിട്ട് റോൾ ചെയ്യുന്ന സമയത്ത് ഫ്ലവറിൻ്റെ ബേസിൽ ഞാൻ ഇത്തിരി കട്ടിക്ക് തന്നെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം താഴേക്ക് മുകളിലുള്ളതിനേക്കാൾ കനം കുറച്ചിട്ട് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഡെയ്സിയുടെ തണ്ട് മൊത്തമായിട്ട് ഞാനൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നേരത്തെ പോലെ തന്നെ ബേസിൽ ഞാൻ ഇച്ചിരി വണ്ണത്തിൽ തന്നെ ഗ്രീൻ ടാപ്പ് ചുറ്റിയിട്ട് താഴേക്ക് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഗ്രീൻ ടാപ്പ് മൊത്തത്തിൽ കവർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ലീഫും കൂടെ ഒന്ന് ഫിക്സ് ചെയ്യണം. അപ്പോൾ ലീഫ് ഫിക്സ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അതിൻ്റെ കമ്പി ഇത്തിരി മുകളിലേക്ക് വിസിബിളായി കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ ഞാൻ ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ലീഫ് വെച്ചിട്ട് ബാക്കിയുള്ള ഗ്രീൻ ടാപ്പും കൂടെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ലീവ്സൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള ഡെയ്സി ഫ്ലവർ ഇവിടെ ഒന്ന് കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 2 കൂടെ ഞാൻ ഇതുപോലെ ചെയ്തിട്ട് വരാം. ഇനി നമുക്ക് ഇതൊരു ബോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ പഴയൊരു സോസിൻ്റെ ഒരു ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡെയ്സി ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് നമ്മൾ സോസ് ബോട്ടിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.